ഞാനിവിടെ കമ്പിളികണ്ടത്ത് ജോൺ ചേട്ടൻ്റെ വീട്ടിലാണ്. താഴത്തുവരിക്കലുള്ള വീട്ടുപേരുള്ള ജോൺ എന്ന ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ഈ ഹൈറേഞ്ചിലെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് എനിക്കിതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു ആമുഖം പറയുക. പണ്ടുകാലത്തെ കുടിയേറ്റ കർഷകരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണ് ഇവിടുത്തെ ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ആനക്കുളത്തായിരുന്നു നേരത്തെ. കുറേ വർഷം, എത്ര വർഷമായിരുന്നു ആനക്കുളത്ത് 36 വർഷമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പള്ളി 77 പോയത്. അവിടെ ആ പള്ളി പണിതപ്പോൾ അതിനൊക്കെ അതിൻ്റെ പണികളിലും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ചുക്കാൻ പിടിച്ചത് ചേട്ടനാണെന്ന് എനിക്ക് കേട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? കഷ്ടപ്പാട് തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമദാനമായിട്ടാണ് അത്രയും വലിയൊരു പള്ളി ഉണ്ടാക്കിയത്. ജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രം. അപ്പൊ ആനക്കുളത്ത് ഒറ്റക്കെട്ടായി ഞങ്ങള് ആ പള്ളി പണിയണമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് ഞങ്ങൾ ആ പള്ളി തീർത്തു. അപ്പൊ അവിടെ അതുപോലെ മണൽ വാരുന്നത് നമുക്ക് ഫോറസ്റ്റുകാരുടെ സഹായത്തോടെ ആറ്റിന്ന് വാരിക്കും. കല്ല് പൊട്ടിച്ചത് വനത്തിൽ നിന്ന് പൊട്ടിച്ചു. പിന്നെ കട്ട പിടിച്ചത് ഞങ്ങൾ പിന്നെ കുടുംബ കൂട്ടായ്മക്കാർ ശ്രമദാനമായിട്ട്, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന മാതൃദീപ്തിക്കാർ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അവിടെ ഈ തോട്ടാപ്പുഴൊക്കെ ഉള്ള ഏരിയ. അതെ അതെ, തോട്ടാപ്പുഴ ഭയങ്കര പുഴുശല്യ. ഇതല്ലേ കാലയിലൊക്കെ ഒരുപാട് അതുകൊണ്ടെന്നെ ഒത്തിരി കടിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഇനി കഷ്ടപ്പെടാൻ ഇനി സാധ്യമല്ല. അപ്പോൾ പണ്ടത്തെ ഇതുപോലത്തെ പള്ളികളുടെയൊക്കെ ആ നിർമ്മാണത്തിലൊക്കെ അന്നത്തെ ഇടവക്കാരുടെയൊക്കെ ആ ശ്രമം അത്ര വലിയതായിരുന്നു. ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഫലമായി. അതെ അതെ അതെ. അന്ന് സിമെന്റിന് വില ഇത്ര ഇല്ലല്ലോ, കമ്പിക്ക് ഇത്രയും വിലയില്ലല്ലോ. പിന്നെ മിറ്റില് പൊട്ടിക്കുന്നൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടാണ്. അറിയോ, ഓരോ വാർഡുകാര് ഇത്ര അടി മിറ്റിൽ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. ഇതുപോലെ ഇന്നത്തെ കാലത്തെ പോലെ സംഭാവന കിട്ടാനുള്ള സാഹചര്യമൊന്നും ഇല്ല. അപ്പോൾ അതെ, ഇടവക്കാര് കഷ്ടപ്പെട്ടു. പിന്നെ സന്മനസ്സുള്ള ഇടവക്കാര് കുറേശ്ശൊക്കെ തന്നു. ഇവിടെ പാർത്തോട്ട് നമ്മൾ പിരിച്ചു. ഭയങ്കര പള്ളിയാ. ശരി. ഇതിന്റെ എങ്ങനെയാ അതിന്റെ നിർമ്മാണത്തിലൊക്കെ എത്ര ചെലവിലാണ് ഇതൊക്കെ ചെയ്തത്? ഇതിന്റെ ചെലവ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. കഠിനാധ്വാനം. ഞങ്ങള് തന്നെ മിറ്റിൽ വരെ പൊട്ടിച്ചു. മിറ്റില് കട്ട പിടിച്ചത് അവിടെ തന്നെ. മണലെമ്പടി ഉണ്ടായിരുന്നോണ്ട് സിമെന്റ് കൊണ്ടുവന്ന് അടിമാലി സിമെന്റ് എടുത്തുകൊണ്ട് പോയിട്ട് കട്ട പിടിക്കും. കട്ട വെച്ചത് ഷീറ്റ, മോള് ഷീറ്റ. ബാക്കി മെറ്റീരിയലുകളൊക്കെ വാർക്കയല്ല, ബാക്കി സാധനങ്ങളൊക്കെ 5 ലക്ഷം രൂപ പിതാവ് തന്നു. നമ്മുടെ ആനിക്കുഴിക്കാട്ട് പിതാവ്. അതായത് അതിന്റെ റൂഫിനുള്ള ഇരുമ്പ് സാധനങ്ങൾ, ഇത് ഷീറ്റ് പിടിപ്പിക്കാനുള്ളത്, അത് നമ്മൾ അടിമാലി വന്ന് എടുത്തു. പിന്നെ നമ്മുടെ വടക്കലച്ചന്റെ പിന്നെ ചേട്ടന്റെ അല്ലല്ലോ, അമ്മയുടെ ചേട്ടത്തിയുടെ മക്കൾ അമേരിക്കയിലുണ്ട്. അവര് ഷീറ്റ് മുഴുവൻ തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബാക്കി പള്ളിയിലുള്ള ഇടവക്കാരെല്ലാരും കൂടി പണിയെടുത്ത്. അതെ അതെ, പണിയെടുത്തും പിന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു വീതം കൊടുക്കും. എങ്ങനെയാണെന്നറിയോ, അന്ന് അവിടെ നല്ല അടക്കാത്തോട്ടമുള്ള സമയം 10-15 കമുക് വീതം പള്ളിക്കായിട്ട് മാറ്റി വെച്ച് അതിന്റെ ആദായം പള്ളിക്ക്. അങ്ങനെ എത്ര ലക്ഷം രൂപ ചെലവായി മൊത്തത്തില് ഇതിനോ? ഈ പള്ളിക്ക് 45 ലക്ഷം രൂപ ആശായിട്ട് ചെലവായതേ ഉള്ളൂ. അന്ന് 45 ലക്ഷം രൂപ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് ആണ്. ഇതുപോലെ ഒരു വലിയ പണി 45 ലക്ഷത്തിന് എങ്ങനെ പണിയാൻ കഴിയുമെന്നുള്ളതാണ് സംശയം. അപ്പൊ അതെല്ലാം ശ്രമദാനത്തിൽ കൂടെ ചെയ്തതാണ് അല്ലേ? അതെ അതെ അതെ, ശ്രമദാനത്തിൽ ചെയ്തതാണ്. പിന്നെ ഒത്തിരി ഈ ഇടവകളിൽ നിന്നൊക്കെ കുറെ പൈസ കിട്ടി, പൈസയായിട്ട്. അപ്പൊ അങ്ങനെ എത്ര വർഷം മുമ്പിലാണ് ചെയ്തത്? ഇതോ 18 വർഷമായി. ഈ പള്ളിയുടെ പേര് ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ. എന്താണ് പേര്? സെന്റ് ജോസഫ് ചർച്ച് ആനക്കുളം. ഓക്കെ, അതാണ് ആനക്കുളത്തെ സെന്റ് ജോസഫ് ചർച്ചിന്റെ ചരിത്രം. കൊള്ളാം. അപ്പൊ ഇതാണ് പള്ളി പണിതതിനുള്ള ഒരു സ്നേഹോപകാരമായിട്ട് അവർ തന്നതാണ് അല്ലേ? ചേട്ടന്റെ പടമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. പടവും അതിനകത്ത് നന്ദിയൊക്കെ അർപ്പിച്ച് എഴുതിയിട്ടുണ്ട്. കൊള്ളാം. ഒത്തിരി അഭിനന്ദനങ്ങൾ. 50 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെല്ലുമ്പോ വീട്ടുകാർ. അന്നേരം മാങ്ങളത്തന്ന് അച്ഛൻ വന്ന് കുർബാന ഒരു ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഉണ്ട്. അത് വിശേഷ ദിവസങ്ങൾ എന്നൊന്നും ഇല്ല. മക്കളെ 2 പേരല്ലേ? 3 മക്കൾ. ഒരാളെ സിസ്റ്ററിന്റെ കൂടെ അവൾ അരുണാചൽ പ്രദേശ് മിഷിംഗ് ഹൗസാ അല്ലേ? ഇപ്പോൾ വിവാഹ ജീവിതത്തിന്റെ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗ്യം കിട്ടി. എല്ലാ ആശംസകളും.